നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST വിഷയത്തിൽ നൽകിയ വാക്ക് ഒടുവിൽ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് മുന്നിൽ കണ്ടാണ് GST കൗൺസിൽ നിർണായകമായ അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. GST നിരക്ക് കുറയ്ക്കലിലൂടെയും പരിഷ്കാരങ്ങളിലൂടെയും GST കൗൺസിൽ സ്വീകരിച്ച നടപടി ദരിദ്രർക്കും കർഷകർക്കും ഇടത്തരം സംരംഭകർക്കും സ്ത്രീകൾക്കും ആശ്വാസം നൽകുന്നതാണ്. സാധാരണ പൗരന്മാർക്ക് ഈ തീരുമാനം ഏറെ ഗുണം ചെയ്യും. സാധാരണക്കാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയും പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്കും സംരംഭകർക്കും ബിസിനസ് ചെയ്യുന്നതിന് എളുപ്പവും പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നടന്ന GST കൗൺസിൽ യോഗത്തിനു ശേഷമാണ് സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടായത്. രാത്രി 10 മണിക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മോദി എടുത്ത നിർണായകമായ തീരുമാനം അറിയിച്ചത്. GSTയിൽ സമഗ്ര മാറ്റം വരുത്തിക്കൊണ്ടാണ് GSTയിലെ നിരക്ക് ഇളവുകൾ അംഗീകാരം നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. GST കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിത്യോപയോഗ സാധനങ്ങളായ 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ സാധ്യതയുള്ള തീരുമാനമാണ് മോദി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ടൂത്ത്പേസ്റ്റ്, സോപ്പ്, ടൂത്ത് ബ്രഷ് എന്നിവയുടെ വില കുറയും. പനീർ, നെയ്, ചപ്പാത്തി തുടങ്ങിയവയ്ക്ക് നികുതിയില്ല. നിത്യോപയോഗ സാധനങ്ങൾ പലതിനും 5% GST ഏർപ്പെടുത്തിയത്. 4 സ്ലാബുകളിലായി ഉണ്ടായിരുന്ന GST ഇപ്പോൾ 2 സ്ലാബുകളിലായി ചുരുക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. 5%വും 18%വുമുള്ള 2 സ്ലാബുകളാണ് ഇനി ഉണ്ടായിരിക്കുക. സോസ്, പാസ്ത, നൂഡിൽസ്, ചോക്ലേറ്റ്, കോഫി എന്നിവയെല്ലാം 5% മാത്രം GST ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും GST കുറഞ്ഞിട്ടുണ്ട്. TV, വാഷിംഗ് മെഷീൻ, സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവയും, മോട്ടോർ സൈക്കിൾ, ചെറിയ കാറുകൾ, മാർബിൾ ഗ്രാനൈറ്റ് എന്നിവയ്ക്കും GST കുറയും. രാസവളം, കീടനാശിനി എന്നിവയ്ക്കും വില കുറയും. 32 ഇഞ്ച് വരെ ടിവികൾക്ക് GST 18% GSTയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ജീവിത ചിലവ് കുറയ്ക്കുന്ന സുപ്രധാന പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. അതേസമയം സാധാരണ ജനങ്ങളുടെ ജീവിത ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ GST കൗൺസിൽ നടപ്പിലാക്കിയ GST പരിഷ്കാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തുകയും ചെയ്തു. GST കുറച്ചത് ചരിത്രപരമായ തീരുമാനമാണെന്നും ദരിദ്രർക്കും കർഷകർക്കും ഈ പരിഷ്കാരങ്ങൾ ആശ്വാസം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച